നമ്മുടെ ആശുപത്രിയിൽ പേഷ്യൻസിൻ്റെ ഡ്രഗ് അഡ്മിനിസ്ട്രേഷനിലൊരു മോണിറ്ററിങ് വേണമെന്ന് പറയുമ്പോൾ പലരും പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന ഏരിയയുണ്ട്. നേഴ്സസ് ഭയങ്കര വിജിലൻ്റ് ആയിരിക്കണം. ഇതൊരു ഇറ്റ് ഷുഡ് ബി ഹാൻഡിൽ കൊളാബറേറ്റീവ്ലി ബൈ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒരു ഡ്രഗിൻ്റെ ബെനിഫിഷ്യറി ഓർ അഡ്വേഴ്സ് റിസൾട്ടുകൾ എഫക്റ്റുകളാണ് മോണിറ്റർ ചെയ്യപ്പെടേണ്ടത്. ചിലപ്പോൾ മെഡിസിൻ കൊടുത്തിട്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഇത് വിസിബിൾ മോണിറ്ററിങ് മാത്രമല്ല, ലബോറട്ടറി റിസൾട്ടുകൾ ഇതിനെ സഹായിക്കുന്നുണ്ടാവും റിസൾട്ട് നന്നായോ എന്നറിയാനായിട്ട്. എസ്പെഷ്യലി ഹൈ റിസ്ക് മെഡിക്കേഷൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമുണ്ട്, അഡ്വേഴ്സ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത. ഇത് ഹൈ റിസ്ക് മെഡിസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഹൈ റിസ്ക് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട്. ICUയിൽ കിടക്കുന്ന പേഷ്യൻസ്, കീമോതെറാപ്പി, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ്, ഹൈ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട പേഷ്യൻസ്, ഇവർക്കൊക്കെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ലാബ് റിസൾട്ടിലും വിസിബിൾ ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻസിലും ഒക്കെ ഇവരുടെ റിസൾട്ടുകൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും അത് ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക്. സോ MOM 8A, patients shall be monitored after medication administration. അങ്ങനെ മോണിറ്റർ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യണം. അതിന് ഫിസിക്കൽ എഫക്റ്റുകൾ മോണിറ്റർ ചെയ്യാം, ലാബ് റിസൾട്ടുകൾ മോണിറ്റർ ചെയ്യാം, ബെഡ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയണം. നമ്മുടെ ഓർഗനൈസേഷനിൽ അത്തരത്തിലൊരു മോണിറ്ററിങ്ങിന് വേണ്ടുന്ന സംവിധാനങ്ങൾ പ്രീ പ്ലാൻഡ് ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. ഏതൊക്കെ ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഫ്രീക്വൻറ്റ് മോണിറ്ററിങ് വേണമെന്നും, ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഹൈ റിസ്ക് പേഷ്യൻസിനെയാണ് അത്തരത്തിൽ ഫ്രീക്വൻറ്റ് മോണിറ്ററിങ് ചെയ്യേണ്ടതെന്നും, ICU പേഷ്യൻസിനെ, elderly പേഷ്യൻസിനെ ഒക്കെ നമ്മൾ ഇത്തരത്തിൽ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവണം. അല്ലാതെ ഓരോ നേഴ്സിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് നടക്കട്ടെ എന്ന് ചിന്തിക്കരുത്. അത് നല്ലതും ചീത്തയായ ആ ഒരു അഡ്വാൻറ്റേജ് ആണെങ്കിലും ഡിസഡ്വാൻറ്റേജ് ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കുന്നതിന് സമയം താമസിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സോ MOM 8A, വെരി ഇമ്പോർട്ടൻറ്റ്. പേഷ്യൻസ് ഷാൽ ബി മോണിറ്റേഡ് ആഫ്റ്റർ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ.